നമസ്കാരം. പലരും അനുഭവിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സ്വയം തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരുതരം മാനസിക പീഡനമാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ, നിന്റെ ഓർമ്മ തെറ്റിയതായിരിക്കും, നീ ഇപ്പോൾ ഓവർ റിയാക്ട് ചെയ്യാണ്, ഇതെല്ലാം നിന്റെ തെറ്റാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ദിവസവും കേൾക്കാറുണ്ടോ? ഇതെല്ലാം കേട്ടിട്ടും ഇതെല്ലാം എൻ്റെ തെറ്റാണോ, എൻ്റെ ഓർമ്മ തെറ്റിയതാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെ സ്വയം സംശയിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ആരെങ്കിലും നിങ്ങളെ എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ ഇരയായിരിക്കാം. ഇങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ആശ്രയിക്കേണ്ടി വരും. സ്വന്തം തെറ്റല്ലെങ്കിൽ കൂടി എല്ലാറ്റിനും ക്ഷമ ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ടാകും. ആങ്സൈറ്റി വളരെ കൂടുതലായിരിക്കും. സ്വന്തം തീരുമാനത്തെ പോലും എപ്പോഴും സംശയിക്കും. ഇത് സാധാരണയായി ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലുമാണ് കണ്ടുവരുന്നത്. മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിലും സുഹൃത്തുക്കൾക്കിടയിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്ന എല്ലാവരും നാർസിസ്റ്റുകളല്ല. എങ്കിലും ഇത് കൂടെയുള്ള ആളിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ഒരു മാർഗമായതുകൊണ്ട് തന്നെ പല നാർസിസ്റ്റ് സ്വഭാവമുള്ളവരും സ്വന്തം തെറ്റുകൾ മറയ്ക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങളും ഗ്യാസ് ലൈറ്റിങ്ങിന് ഇരയാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ അബ്യൂസ് ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഡയറിയിലോ ഫോൺ നോട്ടിലോ സേവ് ചെയ്ത് വെക്കുക. പിന്നീട് കാര്യങ്ങൾക്കൊരു വ്യക്തത ലഭിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. സ്വയം സംശയിക്കാതെ സ്വന്തം അനുഭവങ്ങൾക്കും ഇമോഷൻസിനും വില കൊടുക്കുക. അപമാനിക്കുന്ന പെരുമാറ്റമോ സംസാരമോ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുക. വിശ്വസിക്കാവുന്ന ആളുകളോട് തുറന്ന് സംസാരിക്കുക. ഈ ബന്ധത്തിൽ വ്യക്തമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. ആവശ്യമായി വന്നാൽ ഒരു കൗൺസിലിംഗ് തേടുക. കാരണം ആരോഗ്യകരമായ ഏതൊരു ബന്ധവും നിങ്ങളെ ആത്മവിശ്വാസത്തോടെ വളരാനാണ് സഹായിക്കുക, സ്വയം വെറുക്കാനല്ല. ഇത്തരം മനഃശാസ്ത്രപരമായ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുമല്ലോ. നന്ദി.